ഞങ്ങളെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് ഞങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ഇതില്ല. പക്ഷെ ഇതിന്റെ ആത്മാർത്ഥത ഞങ്ങൾ ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ ക്ഷണിച്ച് ആ സമയത്ത് നോക്കാം. അതിന്റെ ആത്മാർത്ഥ ക്ഷണിക്കും. ഇപ്പൊ ക്ഷണിച്ചിട്ടില്ല. മറ്റൊന്ന്, അതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞത് ഈ ഇത്തരമൊരു സംഗമം സംഘടിപ്പിക്കുന്നതിന് മുൻപ് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ആത്മാർത്ഥത തെളിയിക്കണം. ഇപ്പൊ ഒന്ന് പറഞ്ഞിരിക്കുന്ന നോക്കൂ നിങ്ങൾ, എത്ര വിചിത്രമായ വാദമുഖങ്ങളാണ് ഇന്നലെ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡ് അവതരിപ്പിച്ചത്. അതായത് കുംഭമേള നടന്നതുപോലെ കുംഭമേള നടത്താമെങ്കിൽ എന്തുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തിക്കൂടാണ്? കുംഭമേള എന്ന് പറയുന്നത് ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമാണ്. ഈ അയ്യപ്പ സംഗമം ഏത് ആചാരത്തിന്റെ ഭാഗം? മുഖ്യമന്ത്രി വിശദീകരിക്കണം ജനങ്ങളോട്. ഏത് ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ ഭാഗമാണ് ഈ നടത്താൻ പോകുന്ന 20-ാം തീയതിയിലെ അയ്യപ്പ സംഗമം? ഞങ്ങളെ സംബന്ധിച്ച് ആത്മാർത്ഥത തെളിയിക്കണം. ആര് ക്ഷണിച്ചാലും അവർക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, പോകാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളതിനെതിരില്ല. കോടതി വിധിക്ക് ശേഷം മന്ത്രിയടക്കം പറഞ്ഞത് ഈ നിബന്ധനക്കുള്ളിൽ തന്നെ നടത്താനാണ് സർക്കാരും വിചാരിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് സർക്കാരിന്റെ കാഴ്ചപ്പാടുകളൊന്നും ഇല്ലാതെ. അതല്ലല്ലോ. എന്താ നിങ്ങൾ കോടതിയിലെ നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ കോടതി എന്തൊക്കെയാ ചോദ്യം ചോദിച്ചത്? ആ ചോദ്യങ്ങൾക്കൊന്നും തൃപ്തികരമായ മറുപടി പറയാൻ സാധിച്ചില്ല. ഇപ്പൊ ഒരു കാര്യം നോക്കൂ നിങ്ങൾ, ഈ കുംഭമേളയും അയ്യപ്പ സംഗമവും ഒരേ രീതിയിലാണ് താരതമ്യപ്പെടുത്തിയത്. എങ്ങനെ താരതമ്യപ്പെടുത്താൻ സാധിക്കുക? വാരണാസിയിൽ നടത്തിയിട്ടുള്ള, പ്രയാഗ്രാജിൽ നടത്തിയിട്ടുള്ള കുംഭമേള പോലെയാണോ ദേവസ്വം ബോർഡ് നടത്തുന്ന അയ്യപ്പ സംഗമം? അത് ആചാരത്തിന്റെയും അനുഷ്ഠാനത്തിന്റെയും ഭാഗമാണ്. ഇതെന്തിന്റെ ഭാഗം? പിന്നെ മാത്രം ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഈ സംഗമത്തിന് മുമ്പ് ശബരിമലയിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ട യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കണം. നേരത്തെ ഹൈക്കോടതിയിൽ, സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തി കൊടുക്കാൻ യുവതീ പ്രവേശനത്തെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പുതിയ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊടുക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറാകുമോ? സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ? ഇത് വ്യക്തമാക്കട്ടെ. മാത്രമല്ല, ഇവിടെ പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ SDPI, PFI പോലുള്ള തീവ്രവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള എല്ലാ അക്രമ സമര പരമ്പരകളുടെയും പേരിലെടുത്ത കേസ് ഒന്നില്ലാതെ പിൻവലിച്ച സർക്കാർ നാമജപ സങ്കീർത്തന യാത്ര, ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് നാമജപ സങ്കീർത്തന യാത്ര നടത്തിയ ഭക്തജനങ്ങൾക്കെതിരെ ചുമത്തപ്പെട്ട ആയിരക്കണക്കിന് കേസുകൾ ഇന്നും നിലനിൽക്കുകയാണ്. ഇത് പിൻവലിക്കണ്ടേ? ഇതിനൊന്നും ഗവൺമെന്റിന് വ്യക്തമായ ഉത്തരവില്ല, ദേവസ്വം ബോർഡ് ഉത്തരവില്ല. ഇപ്പൊ എന്താ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്താ? യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്നാണോ പ്രവേശിപ്പിക്കേണ്ടെന്നാണോ? ഇതിൽ വ്യക്തത വരുത്തണ്ടേ? മാത്രമല്ല, ആദ്യം ഇതിന് വിശ്വാസം ഞങ്ങൾ താങ്കൾ സൂചിപ്പിച്ചല്ലോ, ഇതുപോലെ തന്നെയാണ് നടത്താൻ നിശ്ചയിച്ചത്. വിശ്വാസം സംരക്ഷിക്കണമെന്ന് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം സംരക്ഷിക്കുന്നതിന് ഭാഗമായിട്ടാണോ ഈ സ്റ്റാലിനെയും മകൻ സ്റ്റാലിനെയും ഈ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചത്? സ്റ്റാലിനും അതുപോലെ തന്നെ ഉദയനിധി സ്റ്റാലിനും എന്താ പറഞ്ഞത്? ഈ സനാതന ധർമ്മം, അതുപോലെ തന്നെ ആചാരം, അനുഷ്ഠാനം, ഇതൊക്കെ ഈ മാരക രോഗങ്ങളാണ്, അതിനൊക്കെ പാടേ ബഹിഷ്കരിക്കണമെന്നാണ്. അതുപോലെ നമ്മുടെ ആരാധനാലയങ്ങളിലെ വിശ്വാസങ്ങൾക്കെതിരെ, ആരാധനകൾക്കെതിരെ, അനുഷ്ഠാനത്തിനെതിരെ പരസ്യമായിട്ട് അഭിപ്രായം പ്രകടിപ്പിച്ച രണ്ടുപേരെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചു. ഞങ്ങളൊക്കെ എതിർത്തു, ഭക്തജന സംഘടനകൾ എതിർത്തു, ഇപ്പൊ പിൻവാങ്ങി. ഇനി ഇതിന്റെ ഉദ്ഘാടനത്തിൽ വരുന്നത് ഇരുമുടിക്കെട്ടുമായിട്ട് ശബരിമലയിലേക്ക് പോയിട്ടുള്ള ഏതെങ്കിലും ഭക്തനാണോ ഞങ്ങൾക്കറിയില്ല. ശബരിമല അവിടുത്തെ
ബിംബങ്ങൾക്ക് മുന്നിൽ പോയിട്ട് കൈകൂപ്പി തൊഴുതിട്ടുള്ള ഏതെങ്കിലും ആളാണോ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്? അതും ഞങ്ങൾക്കറിയില്ല. ശബരിമലയിൽ നിന്ന് കൊടുത്ത തീർത്ഥം നമ്മുടെ കൈകൊണ്ട് കഴുകിക്കളഞ്ഞിട്ടുള്ള മന്ത്രിമുഖവന്മാർ ആരെങ്കിലും ഇതിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നും ഞങ്ങൾക്ക് അറിയില്ല. അതൊന്നും ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങള് ഈ സംഗമം, ഞാൻ പറഞ്ഞത് സംഗമത്തിന് BJP എതിരല്ല. പോകുന്നവർക്ക് പോകാം, അല്ലാത്തവർ പോകാതിരിക്കാം. പക്ഷെ ഇക്കാര്യത്തിൽ ഞങ്ങൾ ആശങ്കയുണ്ടായിരുന്നു. NSS, SNDP ഇവരൊക്കെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഹിന്ദു സംഘടനകൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ആ ആശങ്കകൾ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്.